ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ വേറൊന്നുമല്ല, മടിയന്നെയാണ് കാരണം. ഒന്നാമത്തെ ഷോർട്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സോങ് ഇട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടിയോ എടുക്കുക. പക്ഷേ ഇത് കുറച്ചൊന്ന് ലോങ് ആയത് കാരണം വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു 1 വീക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം എപ്പോൾ മതിയാകുന്നോ അപ്പോഴേ എണീക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എണീച്ച് പോകുമ്പോഴേക്കും ആളുടെ ഉച്ചത്തേക്കുള്ളതും, അതായത് ഉമ്മാൻ്റെ ഉച്ചയ്ക്കുള്ളതും രാവിലേക്കുള്ളതും ഒക്കെ സെറ്റായിട്ടുണ്ടാവും. അത് കാണുമ്പോൾ ഒരു ഹാപ്പിയാണ്. അത് ആർക്കായാലും നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ആകെയുള്ളൊരു ഇത് അതുതന്നെയല്ലേ അല്ലേ. അപ്പോൾ അവിടെ പോയാൽ ഒരു കംഫേർട്ട് ഡ്രസ്സ് എന്ന് പറയുന്നത് ഉമ്മാൻ്റെ മാക്സി തന്നെയാണ്. പലപ്പോഴും ഞാനായാലും എൻ്റെ സിസ്റ്ററായാലും വന്ന് നിൽക്കുമ്പോൾ പകുതി മുക്കാലും ഉമ്മാൻ്റെ ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ മാക്സി എന്താണ് അതായിരിക്കും വെയർ ചെയ്യുക. മോർണിംഗത്തെ ഒരു ടീ ടൈം എന്ന് പറയുന്നത് തന്നെ ഒരു 9:30 അല്ലെങ്കിൽ 10 ആ ഒരു സമയത്തായത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ നല്ല സമയമായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ ക്ലീൻ ചെയ്ത് ഇട്ടാൽ അത്രയും വിശപ്പാവുമല്ലോ എന്നുള്ള രീതിക്ക് വേഗം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വയ്ക്കും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നാലെന്നല്ല, എനിക്ക് ഹസ്ബൻഡ് വീട്ടിലായാലും അത്യാവശ്യം നല്ലോണം ടൈമുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ അമ്മാൻ്റെ സാരികളൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ഞാൻ 2 സാരിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് ഉടുത്ത് പഠിക്കുക എന്നുള്ളതായിരിക്കും കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഉമ്മ പറയുന്നതിനനുസരിച്ച് ഉടുത്ത് അങ്ങനെ അതൊന്ന് സ്വന്തമായിട്ടൊന്നും ഉടുക്കുക ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സാരി ഉടുക്കൽ പ്രോസസ്സ് ഞാൻ ഇതുവരെ നോക്കിയിട്ടുമില്ല. അപ്പോൾ എന്തോ കല്യാണം കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും വാപ്പ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് കുറച്ച് തോട്ടത്തിൽ നിന്ന് കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ കൊടുന്നപ്പോൾ പിന്നെ ആളുടെ പിറകെ എൻ്റെ നടത്തവും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് കഴിച്ച് അങ്ങനെ ഈ വ്ളോഗ് അങ്ങനെ ഞാനൊന്ന് ബാക്കിയൊന്നും എടുക്കാൻ പറ്റാണ്ടായപ്പോൾ അവിടെ അങ്ങനെ സ്റ്റോപ്പാക്കി കേട്ടോ.